നമുക്കെല്ലാവർക്കും ഈസ്റ്റർ മുട്ടുകളും ഹാപ്പി ഈസ്റ്റർ ആശംസകളുമൊക്കെ വളരെ പരിചിതമാണല്ലേ. എന്നാൽ ഈ ഹാപ്പി ഈസ്റ്റർ എന്ന് പറയുന്നത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ശരിയല്ലെന്ന് കേട്ടാലോ? അതെ, ഇന്നും നമ്മൾ നോക്കാൻ പോകുന്നത് ഈസ്റ്റർ എന്ന വലിയ ആഘോഷത്തെക്കുറിച്ചുള്ള അത്ര പരിചിതമല്ലാത്ത പക്ഷെ വളരെ ശക്തമായ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഹാപ്പി ഈസ്റ്റർ എന്ന് ആശംസിക്കുന്നത് ബൈബിൾ പ്രകാരം ശരിയാണോ? നമ്മളെല്ലാവരും എത്ര സാധാരണയായിട്ടാണ് ഈ വാചകം ഉപയോഗിക്കുന്നതല്ലേ? പക്ഷേ ഈ ഒരു സ്രോതസ്സ് നമ്മളോട് ചോദിക്കുന്നത് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഈ ദിവസത്തിന് ശരിക്കും ബൈബിളിൽ അടിസ്ഥാനമുണ്ടോ എന്നാണ്. ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശകലനം തുടങ്ങുന്നത്. ഈ വാദത്തിൻ്റെ ഓരോ വശവും ശരിക്കും മനസ്സിലാക്കാൻ നമ്മളൊരു 6 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ ആഘോഷങ്ങളിലെ ആശയക്കുഴപ്പത്തെക്കുറിച്ച് സംസാരിക്കും. പിന്നെ വാക്കുകളുടെ അർത്ഥം, ചില മുന്നറിയിപ്പുകൾ, അങ്ങനെ അവസാനം ഒരു ആഘോഷത്തിനപ്പുറം ക്രിസ്തുവിനെ ഓർക്കാനുള്ള മറ്റൊരു വഴിയിലേക്ക് നമ്മളെത്തും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ആഘോഷങ്ങളിലെ ആശയക്കുഴപ്പം. എന്തുകൊണ്ടാണ് ഒരു പാസ്റ്റർ ലോകം മുഴുവൻ കൊണ്ടാടുന്ന ഈ ആഘോഷത്തെ ചോദ്യം ചെയ്യുന്നത്? ശരിക്കും ലോകം ആഘോഷിക്കുന്ന ഈ കളർഫുൾ ഈസ്റ്ററും ബൈബിൾ പറയുന്ന കാര്യങ്ങളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ടെന്നാണ് ഈ സ്രോതസ്സ് വാദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് ഇതിന്റെ പ്രധാന പോയിന്റ് വരുന്നത്. യേശുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ്, അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. അതിലൊരു സംശയവുമില്ല, ആരും അത് ചോദ്യം ചെയ്യുന്നുമില്ല. പക്ഷേ ഈസ്റ്റർ എന്നൊരു പേരിട്ട് ആ ഒരു ദിവസത്തെ ഒരു വലിയ ആഘോഷമാക്കി മാറ്റുന്നതിനെയാണ് ഈ കാഴ്ചപ്പാട് ചോദ്യം ചെയ്യുന്നത്. അതായത് ഉയിർത്തെഴുന്നേൽപ്പ് എന്ന സംഭവം പ്രധാനം, എന്നാൽ ഈസ്റ്റർ എന്ന ആഘോഷം അത്ര ശരിയല്ല. ശരി, ഇനി നമുക്ക് വാക്കുകളിലേക്ക് വരാം. ചിലപ്പോൾ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് വാക്കുകളിൽ നിന്നായിരിക്കും, അല്ലേ? ഇവിടെ 2 പ്രധാന വാക്കുകളുണ്ട്: ഈസ്റ്ററും പെസഹായും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ ചർച്ചയുടെ ഒരു പ്രധാന ഭാഗം നമുക്ക് വ്യക്തമാകും. നോക്കൂ, ഈ താരതമ്യം വളരെ വ്യക്തമാണ്. പെസഹ എന്ന് പറയുന്നത് ബൈബിളിൽ കൃത്യമായി പറയുന്ന ഒരു യഹൂദ ഉത്സവമാണ്, ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനെ ഓർക്കുന്ന ദിവസം. എന്നാൽ ഈസ്റ്റർ എന്ന വാക്കിന്റെ കാര്യം അങ്ങനെയല്ല. അതിന് ചിലപ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് മുൻപുള്ള ചില പുരാതന വിശ്വാസങ്ങളുമായി ബന്ധമുണ്ടാകാം. പോരാത്തതിന് പെസഹ എന്ന് എഴുതേണ്ടിടത്ത് ചില പഴയ ബൈബിൾ പരിഭാഷകളിൽ ഈസ്റ്റർ എന്ന് തെറ്റായി എഴുതിപ്പോയതാണെന്നും ഈ സ്രോതസ്സ് പറയുന്നുണ്ട്. ഓക്കെ, വാക്കുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ ദൈവശാസ്ത്രപരമായ വശത്തേക്ക് കടക്കാം. അതായത് ബൈബിൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിലേക്ക്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. ഈ വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം: നിങ്ങൾ പ്രത്യേക ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും വർഷങ്ങളും ആചരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രയത്നം വെറുതെയായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് ഗലാത്യർക്കുള്ള ലേഖനത്തിൽ നിന്നാണ്. ഈ പാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യം ഇതാണ്: പ്രത്യേക ദിവസങ്ങൾക്കും മാസങ്ങൾക്കുമൊക്കെ അമിത പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളെ ഒരുതരം അടിമത്വത്തിലേക്ക് തിരികെ കൊണ്ടുപോകും എന്നാണ് പൗലോസ് ഇവിടെ മുന്നറിയിപ്പ് തരുന്നത്. ഇവിടെയാണ് ഇത് നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ പഴയ മുന്നറിയിപ്പ് ശരിക്കും ഇന്നത്തെ നമ്മുടെ ചിന്തകളുമായി ഈ പാസ്റ്റർ ബന്ധിപ്പിക്കുകയാണ്. നമ്മൾ പറയില്ലേ, ഈ ദിവസം നല്ലതാണ്, അല്ലെങ്കിൽ ഈ മാസം എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഈ വർഷം എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷമാണ് എന്നൊക്കെ. ചിലപ്പോൾ ഇന്നത്തെ ദിവസം മോശമാണ് എന്നും ചിന്തിക്കും. ഇതൊക്കെ ഒരു തരത്തിൽ ആ പഴയ കെണിയിൽ പെടുന്നതുപോലെയാണ് എന്നാണ് വാദം. നമ്മൾ അറിയാതെ തന്നെ ദിവസങ്ങൾക്കും സമയത്തിനും ഒരു പ്രത്യേക ശക്തി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്നുള്ള സന്ദേശം വളരെ ലളിതമാണ്. നമ്മുടെ ഫോക്കസ് ദിവസത്തിലോ മാസത്തിലോ വർഷത്തിലോ ആകരുത്, പകരം ദൈവത്തിലായിരിക്കണം. ശരി, അപ്പോൾ ഒരു പ്രത്യേക ദിവസം ആഘോഷിക്കുന്നത് തെറ്റാണെങ്കിൽ പിന്നെ എന്താണ് ശരി? ഒരു ബദല് വേണ്ടേ? ഉണ്ട്. ക്രിസ്ത്യാനികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട യഥാർത്ഥ ദിവസം ഏതാണെന്നാണ് പാസ്റ്റർ ഇനി പറയുന്നത്. നമുക്ക് നോക്കാം. ബൈബിൾ അനുസരിച്ച് ആ ആഴ്ചയിലെ സംഭവങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. 14-ാം ദിവസം പെസഹായും ക്രൂശീകരണവും നടന്നു. പിന്നെ 15-ഉം 16-ഉം ദിവസം യേശു കല്ലറയിലായിരുന്നു. എന്നിട്ട് 17-ാം ദിവസം, അതായത് ആ ആഴ്ചയിലെ 1-ാമത്തെ ദിവസം, യേശു ഉയർത്തെഴുന്നേറ്റു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ആഴ്ചയുടെ ആദ്യ ദിവസം. അപ്പോൾ ഈയൊരു പശ്ചാത്തലത്തിൽ എന്താണ് കർത്താവിൻ്റെ ദിവസം? അത് ആഴ്ചയുടെ ആദ്യ ദിവസമായ ഞായറാഴ്ചയാണ്. എന്തുകൊണ്ട്? കാരണം അന്ന് യേശു മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റു. ആ ഒരൊറ്റ കാരണത്താലാണ് ആ ദിവസത്തിനൊരു പ്രത്യേകത വരുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. സഭ ഒരുമിച്ച് കൂടാനും ആരാധിക്കാനും ഞായറാഴ്ച ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിലും വലിയൊരു സത്യമുണ്ട്. അതെന്താണെന്നാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും കർത്താവിനുള്ളതാണ്, അല്ലാതെ ഞായറാഴ്ച മാത്രം ഒരു പുണ്യമുള്ള ദിവസമല്ല. ഇതൊരു വലിയ വ്യത്യാസമാണ്. അപ്പോൾ ഈയൊരു കാഴ്ചപ്പാട് നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? വെറുതെ കുറച്ച് നിയമങ്ങളും ആചാരങ്ങളും ഒഴിവാക്കുന്നതിലേക്കല്ല, മറിച്ച് ഒരുതരം ആത്മീയ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നതിലേക്കാണ്.
അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: നമ്മൾ കാലത്തിന്റെ അടിമകളായി ജീവിക്കണോ, അതോ ദൈവത്തിന്റെ പുത്രന്മാരായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണോ? ഈ ആശയം മനസ്സിലാക്കാൻ പാസ്റ്റർ ബൈബിളിൽ നിന്നും തന്നെ വളരെ ശക്തമായൊരു ഉദാഹരണം എടുക്കുന്നുണ്ട്. ഒരടിമയും പുത്രനും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒരടിമ എപ്പോഴും നിയമങ്ങളനുസരിച്ച് ജീവിക്കണം, അവൻ യജമാനനെ ഭയപ്പെടുന്നു. പക്ഷെ ഒരു പുത്രനോ, അവൻ ആ വീട്ടിലൊരു അംഗമാണ്, അവന് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ആചാരങ്ങളും നിയമങ്ങളും നമ്മളെ ദിവസങ്ങളുടെ അടിമകളാക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസം നമ്മളെ പുത്രന്മാരെപ്പോലെ സ്വതന്ത്രരാക്കുന്നു എന്നാണ് പറയുന്നത്. ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ് ഈ വാക്യം: നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇവിടെ പറയുന്ന സത്യം എന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് കിട്ടുമ്പോൾ നമ്മൾ പിന്നെ ദിവസങ്ങളുടെയും ആചാരങ്ങളുടെയും കെട്ടുപാടുകളിൽ നിന്ന് പുറത്തുവരും. ഓക്കെ, അപ്പോൾ ഈസ്റ്റർ പോലുള്ള ആഘോഷങ്ങൾ വേണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതായത്, ഒരു വലിയ വാർഷികാഘോഷത്തിന് പകരം ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന പ്രായോഗികമായൊരു കാര്യമുണ്ട്. അതാണ് തിരുവത്താഴം. അതായത്, വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു വലിയ ആഘോഷമല്ല വേണ്ടത്. പകരം ക്രിസ്തുവിന്റെ ത്യാഗത്തെ ഓർക്കാൻ പതിവായി ചെയ്യാവുന്ന ഒന്നാണ് തിരുവത്താഴ ശുശ്രൂഷ. ഇതിന്റെ പ്രധാന ആശയം ഇതാണ്: ഓർക്കാൻ ഒരു പ്രത്യേക ദിവസത്തിനു വേണ്ടി കാത്തിരിക്കേണ്ട, അതൊരു തുടർ പ്രക്രിയയായിരിക്കണം. അപ്പോൾ എന്തിനാണ് ഈ അപ്പവും വീഞ്ഞും പങ്കുവയ്ക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. 1, തീർച്ചയായും യേശുവിന്റെ ത്യാഗത്തെ ഓർക്കാൻ. 2, അവന്റെ മരണം പ്രഖ്യാപിക്കാൻ, അവന്റെ വരവ് വരെ. 3, നമ്മളെല്ലാവരും സഭയിൽ ഒന്നാണ് എന്ന് കാണിക്കാൻ. 4, വളരെ പ്രധാനപ്പെട്ടതാണ്: പരസ്പരം ക്ഷമിക്കാനും നമ്മൾ ക്ഷമിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാനും. അപ്പോൾ ഓർമ്മ, പ്രഖ്യാപനം, ഐക്യം, ക്ഷമ, ഇതെല്ലാം അതിലുണ്ട്. ഈ വാക്യം ശരിക്കും അതിന്റെ ഉദ്ദേശം മുഴുവനായി പറയുന്നുണ്ട്. നമ്മൾ അപ്പം ഭക്ഷിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്യുമ്പോൾ വെറുതെ പഴയൊരു കാര്യം ഓർക്കുകയില്ല, മറിച്ച് കർത്താവ് വീണ്ടും വരുന്നതുവരെ അവന്റെ മരണത്തെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതായത്, ഇത് കഴിഞ്ഞുപോയ ഒന്നിനെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമല്ല, വരാനിരിക്കുന്ന ഒന്നിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വിശകലനത്തിന്റെ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ശരിക്കും എന്താണ് വലിയ വിശ്വാസപ്രവൃത്തി? വർഷത്തിലൊരിക്കൽ ഒരു ദിവസം ആഘോഷിക്കുന്നതാണോ, അതോ യേശുവിന്റെ ത്യാഗത്തെ എപ്പോഴും നിരന്തരമായി ഓർക്കുന്നതാണോ? ഈ ഒരു ചോദ്യം ഈ സ്രോതസ് നമുക്ക് ഓരോരുത്തർക്കുമായി വിട്ടുതരികയാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക.